മറുനാടൻ തൊഴിലാളികൾക്ക് വീടുകൾ വാടകയ്ക്ക് നൽകി സർക്കാർ ഉന്നതിയിലെ വീട്ടുകാർ പരിസര പ്രദേശങ്ങളിലെ ക്വാർട്ടേഴ്സുകളിൽ താമസമെന്ന് ആക്ഷേപം. സീതാംകോളയിലെ രാജീവ് ഗാന്ധി ലക്ഷം വീട് സർക്കാർ ഉന്നതിയിലെ 7 വീടുകളാണ് മറുനാടൻ തൊഴിലാളികൾക്ക് വാടകയ്ക്ക് താമസിക്കുന്നതിനായി വിട്ടു നൽകിയത്. TVS നാമൻസ് ഓട്ടോമൊബൈലിലൂടെ സ്വന്തമാക്കൂ പുത്തൻ അപ്പാച്ചെ സീരീസിലെ പുതിയ മോഡലുകളായ 164V, RR 310, RTR 310 എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ LLP, TVS ഓതറൈസ്ഡ് മെയിൻ ഡീലർ, നുള്ളിപ്പാടി, കാസർഗോഡ്. 1990കളിലാണ് സീതാംകോളി കുമ്പള റോഡരികിൽ സർക്കാർ ഉന്നതിയിൽ 20 വീടുകൾ പണിതത്. 2 സെന്റും വീടുമാണ് അന്ന് അനുവദിച്ചത്. വീടുകളിലേക്ക് ആവശ്യമായ വെള്ളം, വൈദ്യുതി, റോഡുകൾ എന്നിവയും അന്ന് ഒരുക്കിയിരുന്നു. ഈ വീടുകളിലെ 3 വീടുകൾ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാലും താമസക്കാരില്ലാത്തതിനാലും നശിച്ചു. ഒരു വീട്ടിൽ തന്നെ 12ഓളം പേർ താമസിക്കുന്നുവെന്നാണ് സർക്കാർ ഉന്നതിയിൽ അവശേഷിക്കുന്ന വീടുകളിലെ താമസക്കാർ പറയുന്നത്. വീടുകളിലെ യഥാർത്ഥ താമസക്കാർ മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള സീതാംകോളിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വാടക ക്വാർട്ടേഴ്സുകളിലേക്ക് ചേക്കേറിയതായും ഇവർ പറയുന്നു. 4-5 പേർക്ക് താമസിക്കുവാൻ കഴിയുന്ന വീടുകളിൽ 12 പേർ താമസിക്കുമ്പോഴുണ്ടാകുന്ന ബഹളമുൾപ്പെടെയുള്ള കാരണങ്ങളാലാണ് യഥാർത്ഥ താമസക്കാർ ഇവിടെ നിന്ന് മാറിയതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സർക്കാർ ഉന്നതിയുടെ പൊതുവായ സൗഹൃദാന്തരീക്ഷത്തെയും ആളുകളുടെ എണ്ണത്തിലെ വർധന ബാധിക്കുന്നതായി പറയുന്നു. മറുനാടൻ തൊഴിലാളികൾ നൽകുന്ന വാടക തുകയ്ക്കൊപ്പം കുറച്ചുകൂടി തുക കൂട്ടിയാൽ വാടക ക്വാർട്ടേഴ്സിന്റെ മാസവാടക നൽകാം. തൊഴിലുടമകളാണ് ഏജന്റുമാർ മുഖേന ഇത്തരം വീടുകൾ മറുനാടൻ തൊഴിലാളികൾക്ക് വാടകയ്ക്കായി ഏറ്റെടുക്കുന്നത്. ഏജന്റുമാർ തൊഴിലാളികളിൽ നിന്നും കൂടുതൽ തുക ഈടാക്കുന്നതായും ആക്ഷേപമുണ്ട്. പല വീട്ടിൽ പല സൈസ്, ഒരേ വീട്ടിൽ 3.5 സെൻറ്റും ഉണ്ട്, ചിലത് 2 ഇല്ലതും ഉണ്ട്, 2.5 ഇല്ലതും ഉണ്ട്. അതിനേക്കാളും കൂടുതലില്ല. എനിക്ക് എൻ്റെ അറിവിൽ ഞാൻ പറയുന്നത് എങ്ങനെ അറിഞ്ഞത്, മുമ്പ് എന്തുമില്ലായിരുന്നു, ഇപ്പോൾ കുറച്ച് റീച്ച് പാർട്ടിയായി. അതുകൊണ്ട് ഇത് വേണ്ടാന്നുള്ള ഒരു ഉദ്ദേശത്തിനായിരിക്കും തോന്നുന്നു എനിക്ക്. പിന്നെ നമുക്കൊന്നും എന്തെന്ന് അറിയില്ല. ഇപ്പോൾ കുറേ ആളെല്ലാം ദുബൈക്കെല്ലാം പോയിട്ട് പണമായിട്ട് പറയാനുള്ള വീട് കെട്ടിയ ആളും ഉണ്ട്. ഒരാൾ വാടകയ്ക്ക് ഇരുന്ന ആളും ഉണ്ട്. അത് പറയാൻ പറ്റില്ല. അതായത് കെട്ടാൻ ജാഗ എടുത്തിട്ടുണ്ടോ അത് നമുക്കറിയില്ല. സർക്കാർ ഉന്നതിയിലെ വീടുകൾ മറുനാടൻ തൊഴിലാളികൾക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കുമ്പള പോലീസ് സ്റ്റേഷനിലും പുത്തികെ ഗ്രാമപഞ്ചായത്തിലും പരാതി നൽകിയതായി ഉന്നതിയിലെ മറ്റ് താമസക്കാർ അറിയിച്ചു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും ബന്ധപ്പെട്ടവരെ അറിയിച്ചുവെന്നും പുത്തികെ ഗ്രാമപഞ്ചായത്ത് അംഗം കാവ്യശ്രീ പറഞ്ഞു. മറുനാടൻ തൊഴിലാളികൾ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചുവെന്നും സംഭവത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പുത്തികെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നാരായണ നായിക് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.